ദിനാശംസകൾ. നമസ്കാരം. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കലാളസ്ഥങ്ങളിൽ നിന്നും ഭാരതം സ്വാതന്ത്ര്യം നേടിയ ദിനമാണ് ആഗസ്റ്റ് 15. 1947 ആഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹാരത്തിലേക്ക് പറന്നുയർന്ന ദിനമാണ്. ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനം. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂടും തമ്മിൽ പ്രകടമാകണം. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനേകം പുണ്യാത്മാക്കളുടെ കഠിന ധ്യാനത്തിന്റെ ജീവത്യാഗത്തിന്റെ ഫലമാണെന്നത് നാം ഒരിക്കലും വിസ്മരിക്കരുത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. 1947 നിന്നും 2025 ഇന്ത്യ വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുകയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, വിദ്യാഭ്യാസം, പ്രതിരോധം എന്നിവയിൽ ഇന്ത്യ കുതിച്ചുയർന്നു. ചന്ദ്രയാനും മംഗളയാനും ആദ്യത്തെ എല്ലാം ഇന്ത്യയുടെ നേർക്കാഴ്ചകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ പ്രതിരോധമായി ഇന്ത്യ മാറി എന്നത് നമുക്ക് അഭിമാനിക്കാം. നാണയത്തിൽ ഏകത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ മനുഷ്യർ പരസ്പരം ഇല്ലാതാകുന്നു. കൊലപാതകവും കൊള്ളിവെപ്പും സ്ത്രീ പീഡനങ്ങളും സ്ത്രീധന മരണങ്ങളും തുടർക്കരയാകുന്നു. എന്നിരുന്നാലും പ്രതീക്ഷിക്കുകയുണ്ട്. ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം ഒട്ടാകെ ഒലിച്ചു പോയപ്പോൾ ജനങ്ങളും സൈന്യവും സന്നദ്ധ പ്രവർത്തകരും കയ്യും മെയ്യും മറന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. അങ്കോളയിലെ ഒരു യുവാവിന് വേണ്ടി ഒരു നാടകം നിർമ്മിച്ചു. ഇന്ത്യ 70 സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമുക്ക്